ആമയിഴഞ്ചാൻ തോട് ഏതായാലും വളരെ പ്രശസ്തമായി അങ്ങ് മാറി. അതിൽ ഏറ്റവും ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായത്. ജോയി എന്ന് പറയുന്ന ഒരു ജോലിക്കാരൻ, പാവപ്പെട്ടവനാണ്, അല്ലെങ്കിൽ ഈ ശുചീകരണ തൊഴിലാളി, ഇങ്ങനെ ഉള്ള ഇതിനകത്തൊക്കെ ഇറങ്ങി ഇത് ശരിയാക്കി ഇതിലെ മാലിന്യം നീക്കുക എന്ന് പറയുന്നത് ആരും ചെയ്യാൻ അറയ്ക്കുന്ന ഒരു ജോലിയാണ്. അത് ആ പാവപ്പെട്ട മനുഷ്യനാണ് അത് ചെയ്യാൻ പോയത്. അയാളുടെ കൈ തന്നെ എന്തായാലും ശരി തെറ്റി അത് അയാളുടെ അതിനകത്ത് വെള്ളത്തിനകത്ത് വീണു. ഫയർഫോഴ്സും അവരും എല്ലാം വന്ന് ശ്രമിച്ചിട്ടും ഈ ബോഡി പോലും കണ്ടെടുക്കാൻ പറ്റിയില്ല. 3 ദിവസം കഴിഞ്ഞാണ് ഈ ബോഡി ഈ സംഭവത്തിന് ഈ വീണ സ്ഥലത്തുനിന്ന് ഏതാണ്ട് 1-1.5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് മാറി കണ്ടുകിട്ടുന്നത്. ഇത്രത്തോളം ഇതിലെ ഈ അഴുക്കൾ വരാൻ, മാലിന്യം അതിനകത്ത് വരുമ്പോൾ നമ്മൾ ആളുകൾ ഇതിനകത്ത് നിക്ഷേപിക്കുന്നതൊക്കെ തന്നെയാണ് പലപ്പോഴും വരുന്നത്. അതിന് പരസ്പരം കുറ്റപ്പെടുത്തിയതുകൊണ്ട് കാര്യമില്ല. ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റുകൾ ഈ മാലിന്യ സംസ്കരണമൊന്നും, മാലിന്യ നീക്കവും മാലിന്യ സംസ്കരണവും അതാത് ലോക്കൽ ബോഡീസിന്റെ, അതായത് കോർപ്പറേഷൻ ആണെങ്കിൽ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി ആണെങ്കിൽ മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത് ആണെങ്കിൽ പഞ്ചായത്ത്, ഇവരുടെ ജോലി തന്നെയാണ്. അതിന് വേറെ വല്ലവരുടെയും മുകളിൽ കൊണ്ടുവച്ചിട്ട് അവരിത് ഇട്ടതാണ്, അവരിത് ഈ വന്നതാണ്, ഇതൊന്നും പറയുന്നതിൽ അർത്ഥമില്ല. അവരിട്ട് വരുന്ന മാലിന്യം ആയാലും ശരി, മാലിന്യം അവിടെ വരരുത്, അത് നോക്കിക്കൊള്ളണം. അതിനാണ് ഈ കോർപ്പറേഷനിലെ ആളുകളെയും ഈ മേയറേയും ഈ ഉദ്യോഗസ്ഥരെയും അതുപോലൊക്കെ ഉള്ളവരെ വെച്ചേക്കുന്നത്. അതിനാണ്, അല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും അല്ല. റോഡിൽ വണ്ടി അടയുന്നതിനൊന്നും അല്ല ഇത് വെച്ചേക്കുന്നത്. ആദ്യം അത് തിരിച്ചറിയണം. മേയർ ആദ്യം അത് തിരിച്ചറിയുക. ഈ ജോലിക്കാരെ വെച്ചിട്ട്, അതായത് ഇനിയിപ്പോൾ അതിനകത്ത് നേരെ ഈ റെയിൽവേ അങ്ങ് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ആ റെയിൽവേ പ്ലാറ്റ്ഫോമിന് അടിയിലൂടെ ഇത് പോകുന്നുണ്ട്. അത് പോകുന്നുണ്ടെങ്കിൽ അത് റെയിൽവേക്കാരെ നിക്ഷേപിക്കുന്നതാണ് ഇതെല്ലാം. ഇനി ആയിക്കോട്ടെ, റെയിൽവേക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ഇത് നിക്ഷേപിക്കരുതെന്നുള്ളതിന് ബോർഡ് വെക്കണം, അത് കൊടുക്കണം. അവരുമായിട്ട് സംസാരിച്ചിട്ട് അതിനൊരു ധാരണ ഉണ്ടാക്കണം. നിക്ഷേപിച്ച് വന്നു കഴിഞ്ഞാൽ മാലിന്യം നീക്കേണ്ടത് ഇവരുടെ ജോലിയാണ്, ഇവർ ചെയ്തോണ്ട്. അല്ലെങ്കിൽ ഇതിൽ പോയി ഇരിക്കരുത്. കണ്ടോ, ഈ മാലിന്യം നീക്കാൻ ഞങ്ങൾക്ക് ഒക്കത്തില്ല, ബാക്കിയുള്ള ഭരണമൊക്കെ മതി എന്ന് പറഞ്ഞാൽ നടക്കുന്ന ഒരു കാര്യമല്ല. കോർപ്പറേഷന്റെ ജോലി തന്നെയാണ്, ചെയ്യണം. വളരെ അശാസ്ത്രീയമായിട്ട് ഇങ്ങനെയൊക്കെ ഇത് കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ് ഇതിനകത്ത് ഇതേപോലുള്ള മാലിന്യങ്ങളൊക്കെ വരുന്നത്. ഇതൊന്ന് ശുദ്ധീകരിച്ച് വൃത്തിയാക്കി എടുക്കാനുള്ള ഒരു ചുമതല കോർപ്പറേഷൻ്റെതാണ്, വേറെ ആരുടെയല്ല. അത് റെയിൽവേയെ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. റെയിൽവേക്കാർ ഇവിടെ അങ്ങ് ഘോരഘോരം പറയുമല്ല, റെയിൽവേ അങ്ങനെ ചെയ്തു, റെയിൽവേ ഇങ്ങനെ ചെയ്തെന്ന്. ഈ തോട്ടിൽ കൂടെ ഒഴുകുന്ന സാധനമാണ്, ഇത് എവിടുന്ന് വേണമെങ്കിലും വരാം. അപ്പൊ അത് റെയിൽവേ തന്നെ ഇട്ട്, ഇനിയിപ്പോ റെയിൽവേ ഇട്ടാൽ ഇവരെടുക്കത്തില്ലേ? ആരിട്ടാലും അതും ഒരു വ്യക്തിയായിട്ട് കണക്കാക്കണം. കാരണം ഇത് വ്യക്തികൾ ഇടുന്നതാണല്ലോ, ഇത് ആളുകൾ ഇടുന്നതാണല്ലോ. ഈ പഴയ ബോട്ടിലിടും, അതുപോലെ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം. അല്ലാതെ തന്നെത്താൻ പ്രകൃതി ഉണ്ടെന്ന് കൊണ്ടുവന്ന് അത് ഇടത്തില്ല. അന്തരീക്ഷത്തിൽ നിന്നൊന്നും ഇത് പൊഴിഞ്ഞു വീഴത്തില്ല. ഇത് ആരെങ്കിലും ഇടുന്നതാണ്. അത് ആളുകൾ ഇട്ടാൽ ഞങ്ങൾ നീക്കും, റെയിൽവേ ഇട്ടാൽ നീക്കത്തില്ല എന്ന് പറയുന്നതിൽ വല്ല അർത്ഥമുണ്ട്. അപ്പൊ ഇത് വെറുതെ ഒരു ചീത്ത പറയാനായിട്ട്, അതായത് പരസ്പരം പഴിയാരി രക്ഷപ്പെടാനാണ്. ഒരു പാവപ്പെട്ട മനുഷ്യൻ മരിച്ചു, അയാളെ മരണത്തിന് ഉത്തരവാദി യഥാർത്ഥത്തിൽ കോർപ്പറേഷനാണ്. കാരണം ഇത് മാലിന്യം നീക്കുന്നതിലുണ്ടായിരുന്ന വീഴ്ച മാത്രമാണ്. അത് മാത്രമല്ല, അതിന് അയാൾക്ക് ആ ജോലി ചെയ്യുമ്പോൾ, ഇങ്ങനെയുള്ള ജോലി ചെയ്യുമ്പോൾ അവിടെ സൂപ്പർവൈസേഴ്സ് വേണം, അത് നോക്കണം. ഒരു മറിഞ്ഞു വീഴാതെ അതിന് വേണ്ട സാഹചര്യങ്ങൾ, അതായത് ബെൽറ്റുകളൊക്കെ ഉപയോഗിച്ചിട്ട് വേണം, അത് സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിച്ച് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അതിനകത്ത് വീഴരുത്, ആ രീതിയിൽ നോക്കണം. അതൊന്നും നോക്കില്ല. അതൊന്നും നോക്കാത്തതുകൊണ്ടല്ലേ ഈ പാവപ്പെട്ട മനുഷ്യൻ ഇതിനകത്ത് വീഴുന്നത്. ഇനിയും ആരെങ്കിലും അഴുക്കുവെള്ളം കുടിച്ച് മരിക്കുമ്പോൾ മാത്രമേ അതിനെക്കുറിച്ച് ഒരു ചർച്ച വരുള്ളൂ. ഈ തോടുകൾ അവിടെ നിന്നല്ല, എല്ലായിടവും ഉണ്ട്. ഇപ്പൊ യഥാർത്ഥത്തിൽ എറണാകുളത്തെ ആണെന്നുണ്ടെങ്കിൽ സാധാരണ ഒരുപാട് വെള്ളപ്പൊക്കം ഇങ്ങനെ ഈ മഴയൊക്കെ വന്നാൽ ഉണ്ടാകുന്നതാണ്. അത് ഈ അനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം അതിപ്പോൾ ഈ എറണാകുളം നല്ല ഒരുമാതിരി ഭേദപ്പെട്ട വിധത്തിൽ നോക്കുന്നു എന്നുള്ള ഒരു സത്യമാണ്. കാരണം ഓടകളൊക്കെ അവർ ഇത് സംരക്ഷിക്കുകയും ആ തടസ്സങ്ങളൊക്കെ നീക്കം ചെയ്യുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് മാത്രമാണ്. അല്ലെ ഈ നോർത്തിലൊക്കെ ഇപ്പം എന്നേ വെള്ളം കയറേണ്ടതാണ്. ഇപ്പം ഏതായാലും വെള്ളം കയറുന്നില്ല, വളരെ നല്ല കാര്യം. നല്ല കാര്യത്തെ കണ്ടാൽ നല്ലതാണെന്ന് പറയണം. തിരുവനന്തപുരത്ത് നേരെ മറിച്ച് ഈ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നോക്കാനൊന്നും പറ്റുന്ന ആളുകളൊന്നും അവിടെ ഇല്ല. അതിനുള്ള സഹായങ്ങളും സംവിധാനവും അവിടെ ഇല്ല. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള അപകടങ്ങളൊക്കെ ഉണ്ടാവും. അപകടങ്ങൾ ഉണ്ടാവുമ്പോൾ മന്ത്രിമാർ ഘോരഘോരം വിളിച്ച് അത് റെയിൽവേയുടെ ഭാഗത്തുള്ള അനാസ്ഥയാണ് എന്ന് പറയുന്നതിൽ ഒരർത്ഥവുമില്ല. റെയിൽവേ എന്ത് ചെയ്യണമെന്നാണ്? മാലിന്യം സംസ്കരണം നടത്താൻ റെയിൽവേക്ക് പവറുണ്ടോ? അവർക്ക് കൊടുത്തിട്ടുണ്ടോ ഇത്?
ഇല്ലല്ലോ. ഇതൊന്നും അവരുടെ ചുമതലയല്ല. അവർ ഇടുന്നെങ്കിൽ അത് നിക്ഷേപിക്കാതെ നോക്കണം. അതിന് പകരം ഇതിവിടെ വന്നു കഴിഞ്ഞിട്ട് ഈ മാലിന്യം അവിടെ വന്നു, അതെല്ലാം നീക്കം ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ തൊഴിലാളി ഇറങ്ങി ജോലി ചെയ്തു. അയാൾ അതിനകത്ത് വെള്ളത്തിനകത്ത് മുങ്ങി മരിച്ചുപോയി കേട്ടോ. അപ്പോൾ അത് നമുക്ക് തിരിച്ചറിയണം. കാരണം അതിന് സേഫ്റ്റി മെഷേഴ്സ് കൊടുക്കേണ്ടതാണ് ഈ ജോലി ചെയ്യുന്നതിന്. അതിൻ്റെ സൂപ്പർവൈസേഴ്സിന് യഥാർത്ഥത്തിൽ അതിൽ ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. അയാളെ ജോലിക്ക് ആക്കിയേക്കുന്ന ആളുകൾക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല. ഇനി വേണ്ടത് ഇനിയുള്ള ഇതുപോലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാകാതെ നമ്മൾ നോക്കണം. ഇതിന് ജാതി മതമൊന്നുമില്ല ഈ മരണത്തിനുമൊന്നും. അതാദ്യം തിരിച്ചറിയണം. ഒരു ഈ ഓട നന്നാക്കാനായിട്ട് ഇറങ്ങി റോഡിൽ 2 പേര്, എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഗത്താണ്, ഇറങ്ങി അവരെ രക്ഷിക്കാൻ പോയ ഒരു പാവം മനുഷ്യൻ, അയാൾ ഇതിനകത്ത് പെട്ട് മരിച്ചുപോയി. അപ്പോൾ അവർക്ക് ഏതോ നഷ്ടപരിഹാരം കൊടുത്തിട്ടുണ്ടേ. ഇവിടുത്തെ ഒരു നേതാവ്, ഒരു സാമുദായിക നേതാവാണ്. അയാളെ ഞാൻ നേതാവെന്നൊന്നും ഞാൻ പറയത്തില്ല. അയാൾ പറഞ്ഞത് എന്തെന്നറിയ, ഇതൊക്കെ മുസ്ലിങ്ങളായതുകൊണ്ട് കൊടുത്തതാണെന്ന്, പണം കൊടുത്തത്. ഈ രീതിയിൽ പറഞ്ഞ ആളുകളുണ്ട്. ഇവിടെ ഈ മരണത്തിന് ഈഴവനെന്നോ നായരെന്നോ നമ്പൂരിയെന്നോ ക്രിസ്ത്യാനിയെന്നോ മുസ്ലിമെന്നോ ദളിതനെന്നോ ഒന്നും വ്യത്യാസമില്ല. അപകടമുണ്ടായി ആര് കൊല്ലപ്പെട്ടാലും ഒരു ജീവൻ പുലിയുന്നത് തന്നെയാണ്. അപ്പോൾ അതിന് ഈ ജാതി മതം നോക്കി കാണുന്ന ആളുകളുള്ള സമയത്ത് ആണ് ഇതേപോലുള്ള പ്രസ്താവന അങ്ങോട്ട് വരുന്നത്. ഇത് റെയിൽവേ ആണ് ഉത്തരവാദി. റെയിൽവേ എന്ത് ചെയ്തെന്ന ഒന്നും ചെയ്തിട്ടില്ല. മാലിന്യം സംസ്കരിക്കാതിരിക്കുന്ന, യഥാസമയം നോക്കാതിരിക്കുന്ന, ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാതിരിക്കുന്ന നമ്മുടെ സംവിധാനമാണ് അതിൻ്റെ കുഴപ്പം, അല്ലാതെ വേറെ ആരുമല്ല. നമ്മുടെ ഗവൺമെന്റിനും കോർപ്പറേഷനും ഒക്കെ തന്നെയാണ് ഇതിൻ്റെ ബാധ്യത. അതിൻ്റെ പഴി കൊണ്ടിന്ന് റെയിൽവേയുടെ മേളിൽ വെക്കണ്ട. ഈ മരണത്തോടം പോലെ തന്നെ, അതായത് ഈ ജോയിയുടെ മരണം വളരെ നമുക്ക് സഹിക്കാൻ പറ്റുന്ന അതിനപ്പുറമാണ്. കാരണം അത് അത്രയും ദാരുണമായ ഒരു അന്ത്യമാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഈ ഫയർഫോഴ്സുകാരും സ്കൂബ ഡൈവിങ്ങുകാരും ഒക്കെ വന്ന് അവിടെ ഇതിനു വേണ്ടി, റെസ്ക്യൂവിന് വേണ്ടി വന്ന ആളുകളുടെ പ്രവർത്തനം, ഈ അഴുക്ക് വെള്ളത്തിൽ ഈ പാവങ്ങൾ എത്രയോ ഇറങ്ങേണ്ടതായിട്ട് വന്നു. അതവിടെ ഉണ്ടായതുകൊണ്ടല്ലേ, ഈ അഴുക്ക് വെള്ളം ആയതുകൊണ്ടല്ലേ ഇതിന് നമുക്ക് അത്രയും വിഷമം വരുന്നത്. എന്നിട്ട് പോലും ഫയർഫോഴ്സുകാർ അവർ 2 ദിവസം 3 ദിവസം അവർ നടത്തി തെരച്ചിലാണ്. ഇതിൻ്റെ ഒടുവിൽ അവസാനം ഇത് കണ്ടെടുക്കാനിടയായത്, മൃതദേഹം. അപ്പോൾ ഇത് അവരെ പ്രവർത്തനം എന്ന് പറയുന്നതും ഇങ്ങനെ എവിടെ വിളിച്ചാലും അവർ ചെല്ലണം, ഏത് അപകട സന്ധിയായാലും അവിടെ നോക്കണം. അവരൊരു മനുഷ്യജീവൻ പൊലിയാതെ നോക്കാൻ വേണ്ടിയാണ് ആ പാവങ്ങൾ അതിനകത്ത് ഇറങ്ങി നീന്തുന്നത്. അവരും സർക്കാർ ഉദ്യോഗസ്ഥരാണെന്ന് ഈ മേയറെ അനുയായികളൊക്കെ ഒന്ന് മനസ്സിലാക്കണം.